ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈങ്കിളി മൂവിയാണ്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സജിൻ ഗോപു, അനശ്വര, അതുപോലെ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫഹദ് ഫാസിലും ജിത്തു മാധവനും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ജിത്തു മാധവൻ ആരാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ രോമാഞ്ചം, ആവേശം ഡയറക്റ്റ് ചെയ്ത ആള്. അപ്പോൾ ആ പുള്ളി എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റാണിത്. ആദ്യം തന്നെ പറയട്ടെ, ഇന്ന് ഈ സിനിമ കാണാനുണ്ടായ ഒരൊറ്റ റീസണേ ഉള്ളൂ. ഇന്ന് 3-4 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ദാവീദ് ഇറങ്ങിയിട്ടുണ്ട്, ബ്രോമാൻസ് ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ ഈ പൈങ്കിളി ഇറങ്ങിയിട്ടുണ്ട്. സജിൻ ഗോപു എന്നുള്ള നടനിലുള്ള വിശ്വാസമാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറയേണ്ടി വരും. അതായത് 2 ഇൻക്രെഡിബിളി ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ സജിൻ ഗോപു ആയിക്കോട്ടെ, നമ്മുടെ അംബാൻ ആയിക്കോട്ടെ, അനശ്വര ആയിക്കോട്ടെ, രണ്ടും ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. സജിൻ ഗോപുവിൻ്റെ ഓരോ സിനിമയും നമ്മൾ നോക്കിയാൽ മതി. ഒരു ഫിലിമോഗ്രാഫി എടുത്തിട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചുരുളിയിൽ വളരെ ചെറിയ രംഗത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്. അതാണ് ഫസ്റ്റ് ഈ പുള്ളിയെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് മുന്നത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ആ സിനിമയിലാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഒരു വലിയ ലീഡ് ക്യാരക്ടറായിട്ട് വരുന്നത് അംബാനായിട്ടാണ്. അത് എത്ര വലിയ തരംഗം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്, എത്ര ഒരു രസിപ്പിച്ച ക്യാരക്ടറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം 30-ാം തീയതി കണ്ട പൊന്മാൻ എന്നുള്ള സിനിമയിൽ പുള്ളി എന്ത് രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിലാണെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ, ഔട്ട് ആൻഡ് ഔട്ട് എന്താ പറയുക, ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ലൗഡായിട്ടുള്ള അങ്ങനത്തെ എന്താ പറയുക, ഓവർ ദ ടോപ്പായിട്ട് എല്ലാവരും പെരുമാറുന്ന ഒരു കാരിക്കേച്ചർ കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒട്ടും എളുപ്പമാണെന്ന് നമ്മൾ തോന്നും ചില ആൾക്കാർക്ക്. ഇതിൻ്റെ പല റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ പൊതുവിലുള്ള അഭിപ്രായം കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ആവറേജ് ആണ്, ബിലോ ആവറേജ് ആണെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഇത് വേറൊരാൾ അഭിനയിച്ച് നോക്കണം, ഇത് എന്ത് കോമാളിത്തരായിട്ട് മാറും എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം ഒരു നൂലിന്മേൽ കളി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വളരെ ചളാവും. അനശ്വര ആയിക്കോട്ടെ വളരെ മിതത്വം പാലിച്ചിട്ടാണ് ഈ ഒരു റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ അനശ്വരേൻ്റെ ടാലൻറ്റ് എന്താണ്, ആക്ടിങ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരൊറ്റൊരു സീനിൽ അവർ ഇമോഷണൽ ആവുന്നുണ്ട്. ഒരു സിംഗിൾ ഷോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ഒരൊറ്റൊരു സീന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പെട്ടെന്ന് അവർ മാറിയെന്ന്. അനശ്വരനെ ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നേര് സിനിമയിൽ അഭിനയിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര ഉണ്ട് അവരുടെ ഒരു കേപ്പബിലിറ്റി നമുക്ക് ആരൊറ്റൊരു ഇത് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ കാണിച്ചിട്ടുള്ളൊരു നടനുമാണ് നമ്മുടെ സജിൻ ഗോപു, അംബാനും. ഇവർ രണ്ടാളുടെയാണ് ഈ സിനിമ. ഇവർ രണ്ടാളാണ് സിനിമ കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ ഒരു പുട്ടിന് പീരിടുന്ന പോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും ചളവൊന്നും ആക്കിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ, ഈ സിനിമ വലിച്ചു നീട്ടി ആൾക്കാരെ ബോറടിപ്പിച്ച് വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമയൊന്നുമല്ല. ഒരു 2 മണിക്കൂർ 15 മിനിറ്റോ 18 മിനിറ്റോ മറ്റോ ഈ സിനിമയുടെ റൺ ടൈമുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഭയങ്കര കാര്യങ്ങളും ഇതുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ കോമഡി വെച്ചിട്ട് നോക്കുമ്പോൾ എത്രയോ കാലമായി ഞാൻ തന്നെ ഇപ്പോൾ മലയാള സിനിമയിൽ മര്യാദയ്ക്കുള്ളൊരു കോമഡി സിനിമ അവസാനം ഔട്ട് ആൻഡ് ഔട്ടായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ആവേശം. അതിനുശേഷം ആവേശത്തിൻ്റെ ലെവലിൽ നിന്നല്ല എല്ലാ സിനിമയും ഒരു സിനിമ ഒരു ബെഞ്ച് മാർക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമേനെ പോലെ ഇങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ ലാസ്റ്റായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമ ആവേശമാണ്. രോമാഞ്ചം പോലും എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളൊരു സിനിമയല്ല. ഞാൻ സാറ്റിസ്ഫൈഡും ആയിരുന്നില്ല ആ സിനിമ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ സിനിമയുടെ കോമഡികൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതിൽ നല്ല ഉണ്ടാക്കുന്ന കുറേ കൈൻഡ് ഓഫ് കോമഡി, അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനും ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. അത് എല്ലാ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആർട്ടിസ്റ്റുകളുടെ കയ്യിലാണ് ഈ സിനിമ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുക. ഇതിൻ്റെ കഥയും ഒന്നുമില്ല. സാധാ ഒരു ക്ലീഷേ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ സാധാ ഒരു ചെറിയൊരു കഥ എന്നൊക്കെ പറയാം. പക്ഷേ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിൽ എലിവേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അത് ഈ 2 ആർട്ടിസ്റ്റുകൾക്ക് തന്നെ അത്രയും വലിയൊരു ഹ്യൂജ് അപ്ലോസ് നമ്മൾ കൊടുത്തേ പറ്റും. അതുപോലെ തന്നെ ഡയറക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി, അതെല്ലാം ബാക്കിയുള്ള വർക്ക്സ് എല്ലാം ഡീസൻറ്റ് ഇനഫ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഒന്നും നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ഇതായിട്ടില്ല. അതുപോലെ തന്നെ റിയാസ് ഖാൻ്റെ കൂടെയൊക്കെ വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ ആക്ടിങ് ഒക്കെ കുറച്ച് അമച്ചറിഷ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ കുറച്ച് റോൾസ് ചെയ്ത ആൾക്കാരുടെ ആക്ടിങ് കുറച്ച് അമച്ചറിഷ് ആയിരുന്നു എന്നുള്ള അല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. എനിക്കൊരു ഫൺ, ഈസി, കംഫർട്ടബിൾ, ലൈറ്റ് വാച്ചിങ് മൂവി ആയിട്ടാണ് തോന്നിയത്. ആ സിനിമ ആ 2.25 മണിക്കൂർ നല്ലൊരു എൻജോയ്മെൻറ്റ് തരാൻ പറ്റി. അടുത്ത കാലത്ത് ഞാൻ തന്നെ ഇപ്പം
ഈ ചാനലിൽ റിവ്യൂ ഇട്ടിരിക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്വേഷണം, അല്ലെങ്കിൽ സീരിയസ് നോട്ടുള്ള സിനിമകൾ, അങ്ങനത്തെയൊക്കെയാണ് അടുത്ത് കണ്ടത്. കൂടുതൽ മലയാളത്തിൽ കോമഡി ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല സിനിമകൾ വരട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് മൂവി. ആൻഡ് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ, കമൻറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് അതിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടാം, ഡിബേറ്റ്സിൽ ഏർപ്പെടാം, എല്ലാം നമുക്ക് ചെയ്യാം. സോ അടുത്തൊരു സിനിമേൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.